ഈ ഹണി ട്രാപ്പിനൊക്കെ പറയുന്നത് നമ്മൾ നമ്മുടെ ന്യൂസ് ചാനൽസിൽ കുറേ കണ്ടിട്ടുണ്ട്. അതായത് സമൂഹത്തിൽ കാശൊക്കെയുള്ള കല്യാണം കഴിഞ്ഞ പുരുഷന്മാരെ പെണ്ണുങ്ങൾ, ഈ ഹണി ട്രാപ്പ് നടത്തുന്ന പെണ്ണുങ്ങള് നൈസായിട്ട് പിടിച്ച് സ്നേഹം അഭിനയിച്ച് സ്നേഹം കൊണ്ട് മൂടി പൊതിപ്പിച്ച് അങ്ങ് എടുത്ത് അവരുടെ മനസ്സ് കീഴടക്കി അവരുടെ ബാങ്ക് ബാലൻസ് മൊത്തത്തിൽ പിഴിഞ്ഞെടുത്ത് മാനസികമായി തളർത്തിയിട്ട് ഒരൊറ്റ തള്ളു അടുത്ത ഇരനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഡാഡി ഇല്ലായ്മ കാണിക്കുന്നത് അവരുടെ ഹോബിയാണ്. അവരെ കുഞ്ഞുനാൾ തൊട്ട് അവരെ ട്രെയിൻ ചെയ്ത് വിടുന്നതാണെന്ന് തോന്നുന്നു. അവരുടെ പേരൻസ് തന്നെ അവരെ പഠിപ്പിച്ചേക്കുന്നതാണ്, മക്കളെ നീ വലുതാകുമ്പം കാശുള്ള വീട്ടിലെ ചെറുക്കന്മാരെ പിടിച്ച് അവരുടെ കാശൊക്കെ അടിച്ചു മാറ്റി സ്നേഹിക്കരുത്, സ്നേഹം അഭിനയിച്ചാൽ മാത്രം മതി. വെൽ ട്രെയിൻഡ് ആക്ടേഴ്സ് ആണ്, വെൽ ട്രെയിൻഡ് ആർട്ടിസ്റ്റ് ആണ്. അവരുടെ കാശൊക്കെ എടുത്തിട്ട് കുറച്ച് ഞങ്ങൾക്കും തരണം, കുറച്ച് നീയും എടുത്ത് അങ്ങ് സുഖമായിട്ട് നമുക്ക് ജീവിക്കാം. എനിക്ക് അറിയുന്ന ഒരു ഫ്രണ്ട്, അത്യാവശ്യം നല്ല സാലറി ഉള്ള ജോലി ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ. അവരെ ഒരു പെണ്ണ്, സമൂഹത്തിൽ നല്ല ഇമേജ് ഉള്ള ഒരു പെണ്ണ്, കള്ളക്കണ്ണീരും കള്ളക്കഥകളുമായിട്ട് ആൾക്കാരെ കബളിപ്പിച്ചോണ്ടിരിക്കുന്ന ഒരു പെണ്ണ്. അതാവുമ്പം ആൾക്കാർക്ക് ഒരിക്കലും ഡൗട്ട് വരത്തില്ല, നല്ല പെണ്ണല്ലേ. അങ്ങനെ ഒരു പെണ്ണ് ഈ ചേട്ടനെ പ്രണയിച്ച് ആ ചേട്ടന്റെ കാശ് മൊത്തം ഊട്ടെടുത്തിട്ട് ഈ ചേട്ടൻ ചോദിക്കാൻ പോയപ്പം ഈ ചേട്ടനോട് പറയുക, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ, നീ ജസ്റ്റ് എന്റെ റെഗുലർ ഫ്രണ്ടാണ്, ഈ റെഗുലർ കസ്റ്റമറിനെയൊക്കെ പോലെ, നിങ്ങളൊക്കെ എനിക്ക് ചുരിദാർ മാറുന്ന പോലെ ഉള്ളൂ, നീ അല്ലെങ്കിൽ വേറൊരാള്, എനിക്ക് കാശ് മാത്രം മതി എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. ഗൈസ്, ഇച്ചിരി ഉളുപ്പ്, മനുഷ്യത്വം, ഇമോഷൻസ് എന്ന് പറയുന്ന സംഭവം ആ പെണ്ണിനില്ല. കല്യാണം കഴിഞ്ഞ പെണ്ണാണ് അവള്. മറ്റു പുരുഷന്മാരുടെ കൂടെ ഇങ്ങനെയാണെങ്കിൽ സ്വന്തം ഭർത്താവിനോട് എങ്ങനെയായിരിക്കും? ഇനി ഭർത്താവ് അറിഞ്ഞുകൊണ്ടാണോ ഈ ട്രാപ്പ് നടത്തുന്നതെന്നും പറയാൻ പറ്റത്തില്ല, കാലം അങ്ങനെയാണല്ലോ. സോ എനിക്ക് പറയാനുള്ളത്, വീട്ടിൽ കഞ്ഞി ഉണ്ടാക്കി തരുന്ന ഭാര്യമാര് തന്നെയാണ് ഇമ്പോർട്ടന്റ്. പുറത്ത് ബിരിയാണി ഉണ്ടാക്കി തരുന്നവർ ഒരുപാടുണ്ടാവും. പക്ഷെ എന്നും ബിരിയാണി കഴിച്ചാൽ ജീവിതവും ആരോഗ്യവും എല്ലാം നശിച്ചു പോകും. എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ല. നിങ്ങളുടെ കാശ് കണ്ട് മാത്രം വരുന്ന ചില ആൾക്കാരുണ്ട്. ശ്രദ്ധിച്ച് ജീവിക്കുക. കാലം അത്രയും നല്ലതല്ല ഗൈസ്.